നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പക്ഷി പ്രദർശനം തിരുവനന്തപുരത്ത്. പച്ചക്കറികളുടെ വിഷാംശം കുറയ്ക്കാൻ വാളംപുളി. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സൗജന്യ നിരക്കിൽ ഏത്തവാഴ തൈകൾ വിതരണം ചെയ്യും. അത്യുൽപാദന ശേഷിയുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 20 രൂപയ്ക്ക് ഇവ നൽകും. തെങ്ങ്, വാഴ എന്നീ വിളകൾക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കും. കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി എന്നിവ കൃഷിയുടെ ഭാഗമായി കണക്കാക്കും. കാർഷിക വിളകൾക്ക് താങ്ങുവില വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണിക്കും. കേരള കാർഷിക സർവകലാശാലയുടെ ബയോടെക്നോളജി സെന്ററിന്റെ ഭാഗമായി സ്ഥാപിച്ച പുതിയ ടിഷ്യൂ കൾച്ചർ പ്രജനന യൂണിറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാഴ, കുരുമുളക്, ഓർക്കിഡ്, ആന്തൂറിയം, ജർബറ തുടങ്ങിയവയുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യവസായ സംരംഭകർക്ക് വിദഗ്ധ പരിശീലനം നൽകാനുമുള്ള സൌകര്യങ്ങൾ പുതിയ യൂണിറ്റിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ബേർഡ് കീപ്പേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 9, 10 തീയതികളിൽ തിരുവനന്തപുരം ജവഹർ ബാലഭവൻ ക്യാമ്പസിൽ വെച്ച് പക്ഷി പ്രദർശനം നടത്തുന്നു. വിവിധ ജനുസുകളിൽപ്പെട്ട വിദേശ വളർത്തു പക്ഷികളെ പരിചയപ്പെടുത്താനും അവയുടെ ശാസ്ത്രീയ പരിപാലനം, കൂടൊരുക്കൽ, ആഹാരം, ബ്രീഡിംഗ് എന്നിവ അറിയാനും അവസരമുണ്ടാകും. കോട്ടയം ജില്ലയിലുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർക്കാട് പൌൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ലഭ്യമാണ്. അടുക്കള മുറ്റത്ത് വളർത്താൻ കഴിയുന്ന ഗ്രാമപ്രിയ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് നൽകുന്നത്. താൽപര്യമുള്ളവർ ഫാം മാനേജരുമായി 0481-2373710 എന്ന നമ്പറിൽ വിളിക്കുക. പച്ചക്കറികളുടെ വിഷാംശം ഒഴിവാക്കാൻ വാളൻപുളി സഹായിക്കും. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം വാളൻപുളി ചേർത്ത് പച്ചക്കറി 1 മണിക്കൂർ നേരം കുതിർത്തുവെച്ചാൽ വിഷാംശത്തിന്റെ തോത് കുറയും. കേരള വെറ്റിനറി സർവകലാശാലയുടെ തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിലെ പൌൾട്രി ഫാമിൽ നിന്നും വിഗോവ താറാവിൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യും. താറാവ് കൃഷിയുടെ വർദ്ധിച്ചുവരുന്ന പ്രചാരം കണക്കിലെടുത്ത് ഇറച്ചി താറാവുകളെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സർവകലാശാലയുടെ നടപടികളുടെ ഭാഗമായിട്ടാണ് വിഗോവ താറാവിൻ കുഞ്ഞുങ്ങളുടെ വിതരണം സാധ്യമാക്കുന്നത്. മുൻകൂറായി ബുക്ക് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും സർവകലാശാലയുടെ മണ്ണുത്തിലെ പൌൾട്രി ഉന്നത പഠന കേന്ദ്രമായിട്ടോ പൌൾട്രി വിൽപ്പന കേന്ദ്രവുമായോ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2370117 എന്ന നമ്പറിലോ 0487-2371178 എന്ന നമ്പറിലോ വിളിക്കുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 13,800 രൂപ, കോഴിക്കോട് 14,900 രൂപ, തൃശൂരിൽ 13,700 രൂപ. കൊപ്ര കൊച്ചിയിൽ 9,930 രൂപ, കോഴിക്കോട് 9,500 രൂപ, തൃശൂരിൽ 9,285 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 58,500 രൂപ, ഗാർബിൾഡ് 61,500 രൂപ. ചുക്ക് മീഡിയം 21,750 രൂപ, ബെസ്റ്റ് 23,750 രൂപ. മഞ്ഞൾ സേലത്ത് 8,600 രൂപ, ഈറോഡിൽ 8,900 രൂപ. അടയ്ക്ക പുതിയത് 21,000-നും 25,000-നും മധ്യം. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 12,300 രൂപ, 4ാം ഗ്രേഡ് 12,500 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 12,200 രൂപ, 4ാം ഗ്രേഡ് 12,700 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 13,800 രൂപ, കൊപ്ര 9,330 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500 രൂപ, റോട്ടറി 2,900 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 58,500 രൂപ, ഗാർബിൾഡ് 61,500 രൂപ. ചുക്ക് മീഡിയം 21,750 രൂപ, ബെസ്റ്റ് 23,750 രൂപ. മഞ്ഞൾ നാടൻ 9,900 രൂപ. അടയ്ക്ക പുതിയത് 21,000-നും 25,000-നും മധ്യേ. ജാതിക തൊണ്ടൻ 270-നും 280-നും മധ്യേ. തൊണ്ടില്ലാത്തത് 480-നും 550-നും മധ്യേ. ജാതിപത്രി 800-നും 900-നും മധ്യേ. ഗ്രാമ്പു 840 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,300 രൂപ, 4ാം ഗ്രേഡ് 12,500 രൂപ. ഒട്ടുപാൽ 8,000 രൂപ, ലാറ്റക്സ് 8,800 രൂപ. കമ്പോള അവലോകനം. റബ്ബർ കർഷകർ പ്രതീക്ഷയിലാണ്. വിദേശ റബ്ബർ ഇറക്കുമതി ഡ്യൂട്ടി 20-ൽ നിന്ന് 25% കേന്ദ്രം ഉയർത്തിയത് തോട്ടം മേഖലയ്ക്ക് ഉണർവ് പകരും. അനുകൂല വാർത്തകളെ തുടർന്ന് 4ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 125 രൂപയായി. പുതിയ സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികളും റബ്ബർ സംഭരണം ശക്തമാക്കും. രാജ്യത്ത് നാളികേര ഉൽപാദനത്തിൽ 10% കുറവ് അനുഭവപ്പെടുമെന്ന വിലയിരുത്തൽ കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും മികവ് പകരും.
സംസ്ഥാനത്ത് വിളവെടുപ്പ് പുരോഗമിക്കുകയാണെങ്കിലും ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള ചരക്ക് നീക്കം ഉയർന്നില്ല. വിദേശ ഓർഡറുകളുടെ വരവിനായി കാത്തുനിൽക്കുകയാണ് കുരുമുളക്. അന്തർ സംസ്ഥാന വ്യാപാരികൾ കാർഷിക മേഖലയിൽ നിന്നുള്ള ചരക്ക് സംഭരണം തുടരുകയാണ്. ഹൈറേഞ്ചിലെ സ്റ്റോക്കിസ്റ്റുകൾ മികച്ച വിലയ്ക്ക് വേണ്ടി കുരുമുളകിൽ പിടിമുറുക്കുന്നുണ്ട്. വണ്ടൻമേട്ടിൽ നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 990 രൂപയിലും ശരാശരി ഇനങ്ങൾ 695 രൂപയിലും കൈമാറി. ചുക്ക്, മഞ്ഞൾ, ജാതിക്ക വിലകളിൽ മാറ്റമില്ല. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 35.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36, 27.8. കൊച്ചി 33, 26.4. ആലപ്പുഴ 36, 28. പുനലൂർ 35, 23.5. തിരുവനന്തപുരം കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.